ഒത്തിരി ചിത്രങ്ങൾ ചെയ്തെങ്കിലും എനിക്ക് എൻ്റെ ക്യാരക്ടേഴ്സിലൊന്നും ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. കാരണം ഇപ്പോൾ ഞാൻ എല്ലായിടത്തും പറയുന്നൊരു കാര്യമാണ്, പാലേരി മാണിക്യത്തിന് ശേഷം ഞാൻ ചെയ്തൊരു ക്യാരക്ടറാണ് ചട്ടമ്പി നാടിലെ. പാലേരി മാണിക്യത്തിന് ശേഷം ഒരു സിസ്റ്റർ ക്യാരക്ടറിലോട്ട് ടേൺ ആവുക എന്ന് പറയുമ്പോൾ എല്ലാവരും എന്നെ വിളിച്ചത് വഴക്കൊക്കെ പറഞ്ഞു. പക്ഷെ ആ ഒരു ക്രൂ നല്ലതായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് അറിയില്ല എന്ത് ചൂസ് ചെയ്യണം, എന്ത് സെലക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, അങ്ങനൊന്നും അറിയില്ല. ആ ഒരു ടൈമിൽ നമ്മൾക്ക് ആർക്കും ഉപദേശിച്ചു തരാനോ അല്ലെങ്കിൽ അങ്ങനൊരു ഇതൊന്നും ഇല്ല. അപ്പം നമ്മൾ മമ്മൂക്കയുടെ മൂവി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഷാഫി ഡയറക്ടർ അങ്ങനെയൊക്കെ പറയുമ്പോൾ, പക്ഷെ ആ ഒരു ക്രൂ അറ്റ്മോസ്ഫിയർ എല്ലാം നന്നായിരുന്നു. പക്ഷെ എൻ്റെ ക്യാരക്ടറിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. അതിനുശേഷം നല്ലവനിൽ ആ മൂവി ഫ്ലോപ്പായിരുന്നു. പക്ഷെ ആ ഒരു ഇതായിരുന്നു. പിന്നീട് ആ ക്യാരക്ടർ വലിയ പ്രശ്നമില്ലാണ്ട് പോയി. പിന്നീടാണ് ഷിക്കാറിൽ ഞാൻ കൂടുതൽ പ്രതീക്ഷയുള്ളൊരു ക്യാരക്ടറായിരുന്നു. കാരണം പ്രതീക്ഷിച്ചിട്ട് ഡൗണിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് കൂടുതൽ വിഷമം വരുന്നത്. അപ്പോൾ ഷിക്കാറിൽ എൻ്റെ അടുത്ത് സ്റ്റോറി പറയുമ്പോൾ എൻ്റെ ക്യാരക്ടർ കുറച്ചുകൂടെ ഒരു ബോൾഡ് നല്ലൊരു ക്യാരക്ടറായിരുന്നു. പിന്നീട് സ്റ്റോറി വന്ന് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്ത് ആഫ്റ്റർ 15 days കഴിയുമ്പോഴാണ് കംപ്ലീറ്റ്ലി സ്റ്റോറി ചേഞ്ചായി. നമ്മളുടെ ക്യാരക്ടർ അവിടെ ഒന്നും അല്ലാണ്ടായി മാറി. അതോടെ എനിക്ക് കുറച്ച് വിഷമമൊക്കെ ആയി. പക്ഷെ ഷൂട്ടിംഗ് ടൈമിലാണെങ്കിൽ കൂടി ഒരു ഫിലിമിൻ്റെ വിജയത്തിന് വേണ്ടിയല്ലേ എല്ലാ ഡയറക്ടേഴ്സും അതിൻ്റെ സ്റ്റോറി മാറ്റുന്നതും. പിന്നെ ആ ഒരു സെൻസിൽ ഞാൻ എടുത്തു, അത് കളഞ്ഞു. പിന്നെ വന്നതാണ് സോൾട്ട് ആൻഡ് പെപ്പർ. പിന്നെ എനിക്ക് കുറേ ഓഫേഴ്സ് വന്നെങ്കിലും അതൊന്നും അത്ര നല്ലൊരു ലെവലിലേക്ക് പോയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും കുറച്ചുകൂടി ചൂസ് ചെയ്യണോ എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആഷിഖിൻ്റെ മൂവി വരുന്നതും. പിന്നെ അതെന്തായാലും എനിക്ക് 100% കോൺഫിഡൻറ്റ് ആയിരുന്നു. കാരണം ഒരു സ്റ്റൈലിഷ് മൂവി, ആഷിഖ് അബു എന്ന ഡയറക്ടറിൻ്റെ ക്വാളിറ്റിയാണത്. അതായത് ഒരു എന്താ പറയുന്നത്, ഒരു എല്ലാവരിൽ നിന്നും ഒരു ഡിഫറെൻറ്റ് മേക്കിംഗ്, അതാണ് ആഷിഖ് അബു. പിന്നെ അവരുടെ ഒരു ടീം വർക്ക്, അതൊക്കെ അവരുടെ ഒരു ക്വാളിറ്റിയാണ്. ശരിക്കും സെറ്റ് ഞാൻ വെറുതെ പറയുന്നതല്ല. സെറ്റ് എന്ന് പറയുന്നത് എന്താ പറയുക, ആ ഒരു ഞാൻ പറഞ്ഞില്ലേ എല്ലാ ഒരു സമപ്രായക്കാരെന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു ഏജിലുള്ള ആൾക്കാരായിരുന്നല്ലോ. അപ്പോൾ അവരെല്ലാം വളരെ ഫ്രണ്ട്ലിയാണ്. പിന്നെ ആ ഒരു എനർജി, ആ ഒരു യൂത്തിൻ്റെ, എല്ലാവരും യൂത്ത് ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ആ ഒരു എനർജി ആ മൂവിയിൽ ഫീൽ ചെയ്യും. പിന്നെ ആ ഒരു ഷൂട്ടിംഗ് സ്പോട്ടിൽ തന്നെയും ആ ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്യും. മാത്രമല്ല നമ്മൾക്കിപ്പോൾ ചില ഷൂട്ടിംഗ് ആണെങ്കിൽ നൈറ്റിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ബോറടിച്ച് എങ്ങനെയെങ്കിലും റൂമിൽ പോയാൽ മതി എന്നാവും. ഇത് അവിടെ ഭയങ്കര രസമായിരിക്കും. അപ്പോൾ തന്നെ നമുക്ക് ഷൂട്ടിങ്ങും അതുപോലെ ഒരു എന്റർടൈൻമെന്റും ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും ബോറടിക്കാതെ പോയില്ലേ. ആ ഒരു നല്ല രസകരമായ ഇതായിരുന്നു. അതുപോലെ ബാബുരാജ് ഏട്ടൻ്റെ കുക്കിങ് സെറ്റിലുണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ രസകരമായിരുന്നു സെറ്റ്. ശരിക്കും എനിക്ക് ലാൽ സാറ്, ബാബുരാജ് ഏട്ടൻ, ഇവർ രണ്ടും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതിൽ എന്താ പറയാ, ഞാൻ എക്സ്പെക്ട് ചെയ്തത് മീൻസ് ലാൽ സാർ എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, ആരോടും അങ്ങനെ വേണ്ടില്ല അവരുടെ അടുത്ത്, ആ ഒരു ലെവലിലാണ് ലാൽ സാറിനെ ഞാൻ എക്സ്പെക്ട് ചെയ്തത്. പക്ഷെ ലാൽ സാറൊക്കെ എനിക്ക് കുറച്ച് പേടിയോടെയാണ് വേണ്ടിയൊക്കെ. പക്ഷെ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു അവരെല്ലാം, വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. അതുപോലെ ബാബുരാജേട്ടൻ, എനിക്ക് ലാൽ സാറിനേക്കാൾ കൂടുതൽ ബാബുരാജേട്ടനെ കുറിച്ച്, ബാബുരാജേട്ടൻ എന്ന് പറയുന്നത് എൻ്റെ മനസ്സിലൊരു വില്ലൻ സങ്കല്പമാണ്. അതിലൊരു വിട്ടുവീഴ്ചയില്ല. കാരണം പുള്ളീനെ എൻ്റെ മനസ്സിലുള്ളതെന്ന് പറയുന്നത് അദ്ദേഹം ഒരു വില്ലൻ, ഒരു ഗുണ്ട, എന്തായാലും ആ ഒരു ലെവലിലായിരിക്കും നമ്മളോട് കാര്യം പറയുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിലുള്ള പുള്ളി ഇമേജ് അതാണ്. അപ്പോ ഈ ഒരു മൂവിയിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് അയ്യോ ഇത്ര പാവ ഒരു മനുഷ്യനെ, നമ്മളുടെ ഫാമിലിയിൽ ഒരാള്, അതാണ് ബാബുരാജേട്ടൻ. അതുപോലെ ലാൽ സാറും എല്ലാവരും വളരെ, അതുപോലെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക്
എല്ലാവർക്കും കൂടെ ലാൽസാറിന്റെ വീട്ടിൽ ചെറിയൊരു ഫംഗ്ഷനും പാർട്ടിയും അങ്ങനെ താറാവ് കറിയും ലാൽസാറിന്റെ വൈഫൊക്കെ ആയിട്ട് ഭയങ്കര എല്ലാവരും വളരെ ജോളിയായിരുന്നു. ആ ഒരു അറ്റ്മോസ്ഫിയർ വളരെ രസകരമായിരുന്നു. ശരിക്കും പാലേരി മാണിക്യം എനിക്ക് ഫസ്റ്റ് ഫിലിം ആയതുകൊണ്ട് തന്നെ എന്താ പറയാ ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല രഞ്ജിത്ത് സാറും എന്താ പറയാ രഞ്ജിത്ത് സാറിനെയും കുറച്ച് പേടിയൊക്കെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ കോൺഷ്യസ് ആവും. അപ്പോ ഫസ്റ്റ് മൂവി ആയതുകൊണ്ട് തന്നെ അപ്പൊ ആ ഒരു കോൺഷ്യസ് ആയൊന്നുമില്ല ഈ ഒരു മൂവിയിൽ. അപ്പൊ ആ ഒരു മൂവിയില് ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു പലരി മാണിക്യത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രഞ്ജിത്ത് സാറിന്റെ കഴിവാണ്. സോൾട്ട് ആൻഡ് പെപ്പറിൽ എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആഷിഖ് അബു സാറിന്റെ ആഷിഖാന്റെ ഗുണമാണ്. ഡയറക്ടർ എന്ന് പറയുന്ന ഒരു ഘടകം തന്നെയാണ് ഒരു അഭിനയത്തിൽ. കാരണം എന്നെ പോലെയുള്ള പുതുമുഖങ്ങൾക്ക് ഒരു ഒരു എന്താ പറയാ അതിന്റെ ഒരു ആസ്പെക്ട് അതാണ്. കാരണം നമ്മളിപ്പോ ഓവർ ആക്കുകയാണെങ്കിൽ അത് പറഞ്ഞ് കൺട്രോൾ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ കുറഞ്ഞു പോയി എന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം വരണം എന്നുള്ളത് അത് ഡയറക്ടറിന്റെ കഴിവാണ്. ഇപ്പൊ മൈഥിലി അത് അങ്ങനെയല്ല, കുറച്ചുകൂടെ അത് പറഞ്ഞു തരാനുള്ള കഴിവില്ലെങ്കിൽ പിന്നെ എന്താണ് ഡയറക്ടർ? അപ്പൊ അത് എനിക്ക് തോന്നിയത് ഇത് രണ്ട് അതുകൊണ്ടായിരിക്കാം എൻ്റെ ക്യാരക്ടേഴ്സ് നന്നായത്. നമ്മളുടെ മലയാള സിനിമയിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് എന്താ പറയാ ഈ ഹീറോയിസം, ഈ ഹീറോയിനിസം. മാത്രമല്ല ഹീറോയാണ് ഹീറോയിനെ തീരുമാനിക്കുക. അങ്ങനെ ഡയറക്ടേഴ്സിന്റെ പങ്ക് വളരെ കുറവാണ്. ഇതൊക്കെ സാധാരണ കണ്ടുവരുന്നൊരു ഇതാണ്. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് പുതിയ ജനറേഷൻ, പുതിയ ആൾക്കാര്, പുതിയവര് ആ ഒരു ഇത് മാറ്റിക്കൊണ്ടുവരികയാണ്. അത് മുന്നോട്ട് പോകണം തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ല, അതിൽ ഏറ്റവും കൂടുതൽ ഇവിടുത്തെ കൺസെപ്റ്റാണ്. അതായത് ഞാൻ പറഞ്ഞില്ലേ എന്തുകൊണ്ട് അന്യഭാഷ ചിത്രങ്ങളിലേക്ക് മലയാളി നടിമാർ പോകുന്നു എന്നതില് വേറെ തെറ്റൊന്നും പറയാനില്ല. തെറ്റൊന്നും തിരിച്ചു വരാത്തതിലും തെറ്റൊന്നും പറയാനില്ല. കാരണം ഇവിടുത്തെ നടന്മാരാണ് നടികളെ തീരുമാനിക്കുന്നത്. ആർട്ടിസ്റ്റിനെ തീരുമാനിക്കുന്നത് ഇവിടുത്തെ ഞാൻ പറയുന്ന എല്ലാവരുടെയും കാര്യമല്ല. എൻ്റെ അനുഭവം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം എനിക്കിത് തുറന്ന് പറയുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഞാൻ പല ഇന്റർവ്യൂസിലാണെങ്കിലും ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നു, അത്രയേ ഉള്ളൂ. ഇവിടുത്തെ മോസ്റ്റ്ലി നല്ല ഡയറക്ടേഴ്സ് ഒന്നും ഒരിക്കലും അങ്ങനെ ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നില്ല. പക്ഷെ മോസ്റ്റ്ലി കണ്ടുവരുന്നത് ഇവിടുത്തെ ആക്ടേഴ്സ് ആണ്. അവര് പ്രശ്നമുണ്ടാക്കിയ കഥകൾ വരെ എനിക്കറിയാം. ഈവൻ എൻ്റെ കേസിലാണെങ്കിൽ കൂടിയും വേണ്ട എന്നൊരു തീരുമാനം എടുത്ത് ഒരു ചെറിയ ഇഷ്യൂലൊക്കെ പോയ കഥ വരെ അറിയാം. പക്ഷെ ഇത് കേൾക്കുന്നവർക്കറിയാം അവരാരൊക്കെയാണെന്ന്. ഞാൻ പറഞ്ഞില്ലേ ചാഞ്ഞു കൊടുക്കുന്ന കൊമ്പിലേ കയറത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്താണോ അത് അറിഞ്ഞു നിൽക്കുക, അതാണ് നമ്മൾ ചെയ്യാനുള്ളത്. പിന്നെ ഒരു ആർട്ടിസ്റ്റ് ആണെന്നും പറഞ്ഞ് ആരുടെ മുന്നിൽ താന്നു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ തന്നെ പല ഈവൻ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് ആണെങ്കിലും വളരെ പുച്ഛമായ ഇപ്പോഴത്തെ ജനറേഷൻ അഹങ്കാരികളാണെന്നാണ് അവരുടെ ഇപ്പോഴത്തെ ഒരു എന്താ പറയാ കേൾവി എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ജനറേഷൻ വളരെ അഹങ്കാരികളാണ്. പണ്ടത്തെ ജനറേഷൻ എന്തായിരുന്നു? അപ്പോൾ പണ്ടത്തെ ജനറേഷൻ ഇവർ പറയുന്നതെല്ലാം കേട്ട് ഇവർ പറയുന്നതിന് തിരിച്ചു മറുപടി ഒന്നും പറയാതെ, അതൊരിക്കലും ഇപ്പോഴത്തെ ജനറേഷന് പറ്റില്ല. നമ്മളുടെ അടുത്ത് ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അതേ ബിഹേവിയർ നമ്മൾ തിരിച്ചു കൊടുക്കത്തുള്ളൂ. നമ്മളുടെ അടുത്ത് ഇപ്പോൾ അവർ വേസ്റ്റായിട്ട് പെരുമാറിയാൽ നമ്മൾ തിരിച്ച് അതേപോലെ പെരുമാറും. അതാണ് ഇപ്പോഴത്തെ ജനറേഷൻ. ആരുടെയും മുന്നിൽ താന്നു കൊടുക്കേണ്ട കാര്യമില്ല. നമ്മളെല്ലാം ഹ്യൂമൻ ബീയിങ്സ് ആണ്. ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആരുടെ മുന്നിൽ താന്നു കൊടുക്കേണ്ട ചേട്ടാ ഒരു ചാൻസ് എന്നൊന്നും പറഞ്ഞിട്ട് പോകേണ്ട ഒരു കാര്യമില്ല. നമ്മൾക്ക് വേണ്ടിയുള്ളതാണെങ്കിൽ നമുക്കത് വരും. അതാണ് എൻ്റെ ഒരു പോളിസി.
അഹങ്കാരികൾ എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല, പക്ഷെ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയാണ്. എനിക്കൊരു ഫോൺ കോൾ വന്നു, ഒരു പ്രൊഡക്ഷൻ കൺട്രോളറാണ്. വേണയിൽ വന്ന് അഭിനയിച്ചിട്ട് എന്ന രീതിയിലാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. അപ്പൊ ഞാൻ തിരിച്ച് അതേ സെയിം രീതിയിൽ തന്നെ റെസ്പോണ്ട് ചെയ്തു. ഞാൻ പറഞ്ഞു, ഞാൻ വേറൊന്നും ചോദിച്ചില്ല, ഞാൻ വളരെ മര്യാദക്കാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് സ്റ്റോറി കേൾക്കണമെന്നുണ്ട്. അപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചു, അതാണോ ഇപ്പോഴത്തെ കീഴ്വഴക്കം? ഇതാണ് ഉപയോഗിച്ച വാക്ക്, അതാണോ ഇപ്പോഴത്തെ കീഴ്വഴക്കം? സ്റ്റോറി കേട്ടല്ലേ അഭിനയിക്കത്തുള്ളൂ? ഇങ്ങനെ തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചത്. ഇതിനൊക്കെ മറുപടി ഞാൻ എന്താ പറയണ്ടേ? അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് തന്നെയാണ് ഇപ്പോഴത്തെ കീഴ്വഴക്കം, സ്റ്റോറി കേട്ടല്ലേ അഭിനയിക്കത്തുള്ളൂ. ഇതിന് മറുപടി ഞാൻ എന്തായിരുന്നു പറയേണ്ടത്? പറ, ഞാൻ ഇതിന് മറുപടി എന്ത് പറയണമായിരുന്നു? ചേട്ടാ സോറി, ഞാൻ അങ്ങനെ ചോദിച്ചതല്ല. അങ്ങനൊന്നും ചോദിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം ഞാൻ സോറി പറയേണ്ട ഒരു കാര്യമില്ല. കാരണം നമ്മളുടെ അടുത്ത് വിളിച്ചിട്ട് വേണേൽ വന്ന് അഭിനയിച്ചിട്ട് നമ്മളാരും ഇവിടെ അങ്ങ് വീട്ടില് എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് എല്ലാം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ എന്താ ക്യാഷിന്റെ പുറകെ പോകുന്ന, അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. ഈ ഒരു പ്രൊഡക്ഷൻ കൺട്രോളേഴ്സിന്റെ വിചാരം അല്ലെങ്കിൽ ക്യാഷിന്റെ പുറകിൽ, അല്ലെങ്കിൽ ഇതൊരു വലിയ ഡയറക്ടറിന്റെ മൂവിയായിരുന്നു, ഒരു വലിയ ഡയറക്ടറിന്റെ മൂവിയാണ്, അതിന്റെയാണ് അത്. നിങ്ങൾ ഈ ഡയറക്ടറാണ്, അതെന്തുകൊണ്ട്? ആ ഒരു അഹങ്കാരമാണ്, ആ ഡയറക്ടറിന്റെ പേരിലാണ് ഇദ്ദേഹം ഇത്രത്തോളം അഹങ്കരിക്കുന്നത്. ഡയറക്ടറിന്റെ മാനേജറാണെന്നൊക്കെ പറഞ്ഞാണ് വിളിച്ചത്. അപ്പൊ അത്രത്തോളം ഈ ഒരു ഡയറക്ടേഴ്സിന്റെ പേര് കൂടി കളയുന്ന തരത്തിലാണ് ഇവരുടെ സംസാരം. ശരിക്കും പലരുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് സിനിമ എന്നുള്ളത് ഇതിനു വേണ്ടി മാത്രമുള്ളതാണെന്നാണ് പലരുടെയും കൺസെപ്റ്റാണ്. ആ കൺസെപ്റ്റ് മാറി വരുന്നുണ്ട്. ഇപ്പൊ അത് മാറി വരുന്നുണ്ട്. പണ്ടത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇതാണ് സിനിമ എന്ന് ഉറപ്പിച്ചു വെച്ചേക്കുക. ഇപ്പൊ എന്താ, സിനിമ മാത്രമേ ഉള്ളൂ, ഇങ്ങനെ നശിച്ചു പോകാനാണെങ്കിൽ സിനിമ മാത്രമേ ഉള്ളൂ. എല്ലാ ഫീൽഡിനും അതിൻ്റെതായ, നശിക്കാൻ തീരുമാനിച്ചവർക്ക് ഏത് ഫീൽഡും എന്താ പറയാ, ഏത് ഫീൽഡായാലും അവർ നശിക്കും. എന്തായാലും അത് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അഡ്ജസ്റ്റ്മെന്റ്സുകൾ, എന്തിന് അഡ്ജസ്റ്റ് ചെയ്യണം? എന്താണ് ഒരാളുടെ എന്താ പറയാ, അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ഒപ്പീനിയനാണ്. അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്നത് ഇപ്പോ എനിക്കങ്ങനെ തോന്നിയില്ലെങ്കിൽ അവർക്കത് തോന്നാം. അവർക്കത് തോന്നി അവർ പോയെങ്കിൽ അത് എൻ്റെ കുറ്റമല്ല, അത് അവരുടെ താല്പര്യമാണ്. അതിൽ ഞാൻ അവരങ്ങനെ പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് അവരുടെ താല്പര്യമാണ്. അത് നമ്മൾക്കൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ അപ്സ് ടു പേഴ്സൺ അല്ലേ. എനിക്കറിയില്ല ഇത് ഇത്രത്തോളം വിവാദമാവാനല്ലേ. പൃഥ്വിരാജിന്റെ കേസൊന്നും ഇത്രത്തോളം വിവാദം എന്താ പറയാ, ഒരു വിവാഹം എന്ന് പറഞ്ഞുള്ള പേരിൽ ഇത്രത്തോളം ഒക്കെ ആൾക്കാരൊക്കെ പറയും. എനിക്കറിയില്ല അതിലൊക്കെ എന്താ ഇരിക്കുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ താല്പര്യമാണ്. വിവാഹം, അതുപോലെ എന്താ പറയാ, അതുപോലെ പ്രണയം എന്നൊക്കെ പറയുന്ന ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. അതിലൊക്കെ എല്ലാവരെയും ഇൻവോൾവ് ചെയ്യിപ്പിക്കണമെന്നൊക്കെ പറയുമ്പോൾ എന്താ പറയാ, അത് എനിക്കറിയില്ല. ഞാൻ നോർമലി ഇപ്പൊ ഷോസിന് അങ്ങനെ ഒന്നും പോവാറില്ല. എനിക്ക് അങ്ങനെ ഒരു താല്പര്യം ഇല്ലായിരുന്നു. കാരണം ഷോസിന്, അവാർഡ് ഷോസിന്, അങ്ങനത്തെ എല്ലാത്തിനൊന്നും പോയില്ലായിരുന്നു. കാരണം എനിക്ക് അങ്ങനെ ഒരു താല്പര്യം അപ്പൊ വന്നില്ല, എനിക്ക് തോന്നിയില്ല അങ്ങനെ പോണമെന്ന്. നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ, അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ എന്നും പറഞ്ഞ് ഞാൻ ഒരിക്കലും പോവില്ല, ഞാൻ അവാർഡ് ഷോസിനൊന്നും ഒരിക്കലും പോവില്ല. ഞാൻ പോയിട്ടുമുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ അറ്റൻഡ് ചെയ്തത് ഒരേ ഒരു അവാർഡ് ഫംഗ്ഷനാണ്. അതെനിക്കെന്തോ അവാർഡ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന് മാത്രമാണ് ഞാൻ അറ്റൻഡ് ചെയ്തത്, വേറൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ഇനിയും ചെയ്യുമായിരിക്കാം, ഭാവിയിൽ ചെയ്യും എന്തായാലും. എല്ലാവരും അപ്പോൾ എന്നെ വഴക്കും പറയാം ഫോണിൽ വിളിച്ചിട്ട്, നിന്നെ മാത്രം എങ്കിലും കാണുന്നില്ലല്ലോ, അതാണ്. പക്ഷെ ഒരിക്കലും നീ അങ്ങനെ മാറി നിൽക്കരുത്. പക്ഷെ ഞാൻ വേറൊന്നും കൊണ്ടല്ല ഞാൻ മാറി നിൽക്കുന്നത്, എനിക്ക് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് തോന്നിയിട്ടില്ല, അതുകൊണ്ടാണ്. പക്ഷെ പോകില്ല എന്ന് ഞാൻ പറയില്ല, പോവാറുണ്ട്.
ഇങ്ങനെയുള്ള ഷോസുകളിലൊന്നും പോവാത്ത കൊണ്ടായിരിക്കാം എനിക്ക് സിനിമയിൽ അധികം ഫ്രണ്ട്സ് ഇല്ല. പിന്നെ മൂവീസൊക്കെ റിലീസ് കഴിയുമ്പോൾ മീരാനന്ദ് വിളിക്കാറുണ്ട്, മുക്ത വിളിക്കാറുണ്ട്, പിന്നെ മിത്ര വിളിക്കാറുണ്ട്. അങ്ങനെ കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ. പക്ഷെ ഞാൻ അർച്ചന കവി വിളിക്കാറുണ്ട്. അങ്ങനെ കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ ഞങ്ങൾ. എന്നും പറഞ്ഞ് എപ്പോഴും ഞങ്ങൾ ഒരു ഗ്രൂപ്പിസോ അല്ലെങ്കിൽ എപ്പോഴും ഒരുമിച്ച് പോവുക, ഒരുമിച്ച് ഞങ്ങൾ ഇതുവരെ ഒരുമിച്ചെങ്ങും പോയിട്ടില്ല. ഞാനും അർച്ചനയും കൂടെ ഒരു ചെന്നൈയിലൊരു മിർച്ചി അവാർഡിന് അങ്ങനെ എന്തോ ഒരു സംതിങ് മിർച്ചി അവാർഡിന് അതിനെന്തോ മറ്റോ പോയിട്ടുള്ളൂ. പക്ഷെ വേറൊന്നിനും ഞങ്ങൾ അങ്ങനെ ഒരു എല്ലാവരും കൂടെ ഡ്രസ്സ് എടുക്കാൻ പോകും. പക്ഷെ ഞങ്ങൾ ആഗ്രഹമുണ്ട്, ഞങ്ങളിങ്ങനെ വിളിച്ച് പറയും. മിത്ര ചിലപ്പോൾ ഇങ്ങനെ വരാറുണ്ട്, ഞാൻ അങ്ങോട്ടും പോകാറുണ്ട്. അപ്പം വിളിക്കാറുണ്ട് എല്ലാവരും വരണം എല്ലാവരും കൂടെ ആ ഒരു. പക്ഷെ അതൊരു നല്ല കാര്യമാണ്. ഒരു ഗ്രൂപ്പിസം എന്നല്ല പറയുന്നത്, എല്ലാവരുമായിട്ടുള്ളൊരു എന്താ അത് കുറച്ച് നേരം നമുക്കൊരു നല്ലൊരു ഇതാ തരുമ്പോൾ. വരണം, ഇനിയും നല്ല നല്ല ആർട്ടിസ്റ്റുകൾ വരണമെന്ന് തന്നെയാണ് പറയുന്നത്. കഴിവുള്ളവരാണെങ്കിൽ എന്തായാലും മലയാള സിനിമയിൽ അത് കയറണം. കഴിവുള്ള മലയാളി ആർട്ടിസ്റ്റുകൾ വരണം. അതിനെ കളയാൻ വേണ്ടി തുടച്ചു നീക്കാൻ ഈ എന്താ പറയാ സൂപ്പർ സ്റ്റാറുകളും ഉള്ളവര് അല്ലെങ്കിൽ ഇപ്പോഴത്തെ എന്താ നടന്മാര് എന്താ തുടച്ചു നീക്കാതെ ഇരുന്നാ മതി, അത്രേ ഉള്ളൂ. കഴിവുള്ള പലരുടെയും, ഇത് എന്റെ മാത്രം ഒപ്പീനിയൻ അല്ല, എൻ്റെ അടുത്ത് പലരും വിളിച്ച് പറഞ്ഞ് കരഞ്ഞിട്ടുള്ളതാ. പക്ഷെ ആർക്കും ഇതൊന്നും തുറന്നു പറയാനുള്ളൊരു ധൈര്യമില്ല. പക്ഷെ എനിക്കിത് പറയുന്നതുകൊണ്ട് എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം നാളെ എനിക്കൊരു മൂവി വരില്ലായിരിക്കാം, ഞാൻ കെയർ ചെയ്യില്ല അതിനെക്കുറിച്ച്. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വരാനുള്ളതാണെങ്കിൽ അതെനിക്ക് വരും, അതെപ്പോഴാണെങ്കിലും. വളരെ സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ചാൽ സോൾട്ടാണ് എല്ലാവരും പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു ദോശ ഉണ്ടാക്കിയ കഥ എന്നാണല്ലോ ഇത്. ഒരു ദോശ കഴിക്കാൻ പോയി ഒരു ബിരിയാണി കഴിച്ച ഫീലാണ് ഈ ഒരു മൂവിക്ക് കിട്ടിയെന്നാണ് എല്ലാവരും പറയുന്നത്. അത് തന്നെ ഒരു വലിയ കാര്യമാണ്. അത് ഫേസ്ബുക്കിലൂടെയും അതുപോലെ തന്നെ മെസ്സേജിലൂടെയും എനിക്കും വന്നിട്ടുണ്ട്. അപ്പം അത് തന്നെ വലിയൊരു വിജയത്തിൻ്റെ ഒരു എന്താ പറയുന്നത്. ഇപ്പം ഞങ്ങളൊക്കെ ആ ഒരു ഇതിൽ ഏറ്റവും വലിയ പോയിന്റിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു സന്തോഷം, ആ ഒരു ഇതെന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രത്തോളം സന്തോഷമുണ്ട്. കാണാമുള്ളാലുൾനീരും നോവാനുരാഗം നോവുമ്പോഴും തേനൂറും സുഖമാ അനുരാഗം എന്നിൽ നീ നിന്നിൽ ഞാനും പതിയെ പതിയെ അതിരുകളുരുകിയലേ ഏറെ ദൂരെയെങ്കിൽ നീ എന്നും എന്നെ ഓർക്കും. നിന്നരികിൽ പോരെ. ശ്രേയാ ഘോഷല് നന്നായിട്ട് പാടി ഹിറ്റാക്കിയൊരു സോങ് ഞാനായിട്ട് പാടി നശിപ്പിക്കരുതല്ലോ.